മൂന്നാറിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനക്കുളത്തേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അപ്പോൾ നമുക്ക് നേരെ പോയാലോ? വാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു സ്ഥലമാണിത്. പറക്കാട് റിസോർട്ടൊന്നും നമുക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി. തനിക്കുട്ടിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് പോലെയൊക്കെ ഉണ്ട്. എന്നാലും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. റിസോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂളിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ല. അതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇതിൽ കൂടെ പോണ വഴികളൊക്കെ ഒന്ന് ആസ്വദിക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ റൂട്ട് വരുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പോകുന്ന റോഡാണെങ്കിലും ചെറിയ റോഡാണെങ്കിലും നല്ല രസമായിരുന്നു. ഇതിന് മുന്നേ ആണെങ്കിലും മൂന്നാറിലേക്ക് വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട്, പക്ഷെ നമ്മുടെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് പോയി നമ്മൾ അവിടെ എത്തുമ്പോൾ കാണാതിരുന്നുള്ള ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. കുറെ വണ്ടികൾ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഭഗവാൻ ഇവരെങ്ങാനും ഒന്നും കാണാഞ്ഞിട്ട് തിരിച്ചു വരുവാണോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമായി പോയി. എന്തോ ഒരു ഫാമിലി കംപ്ലീറ്റ് അവിടെ ഉണ്ട് കേട്ടോ. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വന്ന് നിൽക്കാൻ തുടങ്ങിയാണെന്ന് അവർ പറഞ്ഞത്. അതേപോലെ ഇവിടെ ആന മാത്രമല്ല കാട്ടുപോത്തും വരുന്നു പറഞ്ഞു. നമ്മളങ്ങനെ ഉപദ്രവിക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.